ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഓവൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഓവനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഈ റെസിപ്പിയിലൂടെ കാണിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ദശക്കട്ടിയുള്ള ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാൻ എപ്പോഴും കുറച്ച് ദശക്കട്ടിയുള്ള ഫിഷ് ആയിരിക്കും നല്ലത്. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് ഈ ഫിഷിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 12 പച്ചമുളക്, 2 മീഡിയം സൈസ് ഇഞ്ചി എടുക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളിനെക്കാട്ടും കുറച്ച് കുറവായിട്ട് എടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂണ് ബ്രൗൺ ഷുഗർ ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾ മീനിനെ അനുസരിച്ചിട്ടിരിക്കും. മീൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ച് കൂടുതൽ എടുത്തു കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കുക. പിന്നെ ഞാനിവിടെ 2 ടീസ്പൂണ് സോയാ സോസ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനെഗറും എടുത്തിട്ടുണ്ട്. വിനെഗർ അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ്. ഇത് രണ്ട് ചേർക്കുമ്പോൾ നമ്മൾ ഫിഷിന് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിഷ് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ഗ്രില്ല് ചെയ്യാനൊക്കെ എപ്പോഴും ഒലീവ് ഓയിലാണ് നല്ലത്. ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാതും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റാക്കി കിട്ടണം. ഇതിൻ്റെ പീസൊന്നും പാടില്ല, നന്നായിട്ട് പേസ്റ്റായി തന്നെ കിട്ടണം. അപ്പോഴാണ് നമ്മൾ ഈ ഫിഷ് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇനി ഈ മസാല നന്നായിട്ട് നമുക്ക് ഫിഷിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ തലയുടെ ഉള്ളിലും അതുപോലെ തന്നെ വയറിൻ്റെ ഉള്ളിലും അതുപോലെ നമ്മൾ വരഞ്ഞു കൊടുത്ത ആ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല ഉള്ളിലായിട്ട് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മസാല ഒക്കെ നന്നായിട്ട് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മസാലയാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടേ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് ചിക്കനിലും ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അധികമായിട്ട് ഒഴിക്കരുത്, ജസ്റ്റ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ, ഈ ഒലീവ് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ ഓരോ ഫിഷായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു പാനിൽ 2 ഫിഷാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗം കുക്കായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളിട്ട വശം തന്നെ ഇത് മറിച്ചിടരുത്, അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ പോവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിന് മേലെ നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഈ സൈഡും കൂടെ ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ 2 ഫിഷും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 ഫിഷും നന്നായി മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം കൂടെ മുരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഒലീവ് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് 2 ഭാഗം നമ്മളിങ്ങനെ ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 2 ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മീൻ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടെ ഇതുപോലെ ഇങ്ങനെ കളറാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഓരോ ഭാഗം മറിച്ചിടുമ്പോഴും അതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഈ ഫിഷിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഓരോ ഫിഷിനനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എപ്പോഴും ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 ഭാഗം മറിച്ചിട്ടിട്ട് നമുക്കിതുപോലെ ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫിഷിൻ്റെ 2 ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഗ്രിൽഡ് ഫിഷ് റെഡിയാണ്. ഈ ഫിഷിൻ്റെ മസാലയാണ് നല്ല ഹൈലൈറ്റായിട്ട് നമുക്ക് ടേസ്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുബൂസിൻ്റെയും അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്